ഇത്രയും പണം വെച്ചത് ഇവിടെ വന്നിരിക്കുക. ഇവളുമാര് പ്രോപ്പർട്ടി മറിഞ്ഞു വീണത് ഇവളുമാരെ ഇവര് വരുന്ന കണ്ടില്ലയോ? പണം മേടിച്ചവർക്ക് അവർ ഇത്രയും നല്ലതായിട്ട് വർക്ക് എടുക്കുന്ന ജോലി എടുക്കുന്ന സ്ത്രീകളെ ഈ ലോകത്ത് ഇവിടെ കിട്ടത്തില്ല. ഇവളുമാരെ എവിടെ പിടുത്തോണ്ട് കൊടുത്തിരിക്കോ നല്ല വൃത്തിയായിട്ട് പിടിച്ചു തരും. ഇവളുമാരെ നിന്നെയൊക്കെ കണ്ണാടി വെച്ചൊക്കെ നീയത്തിന് നല്ലപോലെ നോക്കണേ. ഓടി പന്നത്തി വരെ ഓടിയോണ്ട് വേറെ പഠിക്കും. ഓടി പറയത്തില്ല. ഇത്രയും കളിച്ച് വേറെ ഏതൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നമാര് വന്നിരിക്കുന്നു. ഇവളമാരെയൊക്കെ നല്ല നാല് പറഞ്ഞല്ലേ വിട്ടെന്നുണ്ടെങ്കിലല്ല നല്ല സമാധാനത്തോടെ തോന്നുന്നു. അതിനെ ഇത്രയും പറഞ്ഞിട്ടോ അപ്പീൽ കൊടുക്കാനില്ല. ഒരു സ്ഥാനം തരത്തില്ല, ഒരു കുന്ത്രകണം തരത്തില്ല. പുതിയ ഐറ്റം എടുത്തില്ല. ലക്ഷക്കണക്കിന് രൂപയും മുടക്കിക്കൊണ്ട് ആൾക്കാർ വരിക. 4 പത്തനം കൂടെ പറയണ്ടായിരുന്നു. വേദി 1 ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്ത മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത 38, 13, 69, 34, 63, 52 രജിസ്റ്റർ നമ്പറുകൾ ഉടൻ തന്നെ വേദിയിലെത്തി കോഡ് നമ്പർ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ഇത്രയും പിള്ളേർ ഒരൊറ്റ പ്രൈസ് പോലും തേർഡ് പോലും വന്നില്ല. ബാക്കി എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് പോയി കൊണ്ടുവന്നതുപോലെ എല്ലാവർക്കും എടുത്ത് വെച്ച് കൊടുത്തു. ഫസ്റ്റ് സെക്കൻഡ് ഒരു സെക്കൻഡ് എങ്കിലും നല്ലപോലെ കളിച്ചവർക്ക് കൊടുക്കണ്ടേ? ഒരു തേർഡ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറെ ഏകദേശം വാരി എടുത്തിട്ട് കൊടുക്കും. പരിപാടിയല്ലേ ഇവർ കാണിക്കുന്നത്? എത്ര ധൈര്യം പൈസ മൊത്തം ചെലവ് നോക്ക്. ബാക്കിയുള്ളൊരു പൈസ വീണ പ്രൈസ് അതിനെ കൊടുക്കും. എങ്ങനെ പോകുന്നുണ്ട് ഈ പ്രോപ്പർട്ടി മറിഞ്ഞ് വീട് പഠിപ്പിച്ചത് ഈ അഴിമതി കാണിക്കണ്ടേ? ബോയ്സ് സ്കൂളിൽ വെച്ചു ഇതേ പരിപാടിയാണ് അവിടെ നടന്നത്. ബോയ്സ് സ്കൂളിൽ വെച്ച് ഇതേ പരിപാടി അവിടെ നടന്നത്. ഈ വന്നിരുന്ന ജഡ്ജസിനെ ഇത്രയും നമ്മൾ പറയുന്നു കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവില് ഓരോ ആൾക്കാരുടെ എവിഡന്റ് ആയിട്ടുള്ള ഒരു തെളിവായിട്ട് നിൽക്കാൻ ഈ പ്രൈസ് കൊടുത്തതും വേറെ മോശമായി പോയി. ഇത്രയും കളിച്ച പിള്ളേരെയും ഈ കണ്ടിരുന്ന ഓഡിയൻസിനെ വേറെ ഇവളുമാർക്ക് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വിട്ടിട്ട് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഷയം എടുത്തിട്ടാണെങ്കിലും കൊണ്ടു കൊടുക്കും. എന്നാൽ കുറച്ച് നല്ലതായിട്ട് കളിച്ചവർക്ക് പ്രൈസ് കൊടുക്കുക. നല്ലതായിട്ട് കളിച്ച ഒരാൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡും ഇല്ല. അവളുമാർ ഔദാര്യം പോലെ പല പിള്ളേരും പുതിയ ഐറ്റം പഠിപ്പിച്ചോണ്ട് വന്ന് ഇവിടെ എത്ര കുട്ടികൾ
ഇത്ര ആത്മാർത്ഥതയുള്ള ജഡ്ജസിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ പ്രൈസ് പിടിച്ചിട്ട് വന്നിരുന്നാലും എന്തെങ്കിലും വലിയ എവിഡന്റ് ആയിട്ടുള്ള ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ എഴുന്നേക്കും എന്നുള്ള പേടിക്കെങ്കിലും ഒരു പ്രൈസ് കൊടുക്കാതിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അത്രയും പോലും പേടി ഇവിടുമാർക്ക് തീരെ ഇല്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തോടെ മനസ്സിലായി. നല്ല ഒന്നാം തരം ജഡ്ജസ് പറഞ്ഞ ജോലി വെടുപ്പായിട്ട് കൃത്യമായിട്ട് തെളിയിച്ചേക്കുന്നു. 1.5 ലക്ഷം ഇന്ന് വൈകുന്നേരം 3 പേരായിട്ട് വീതിച്ച് 30,000 35,000 രൂപ വെച്ച് ഇവിടെമാർ ഇത് ബാങ്ക് മേടിക്കും. ഇത് കൊണ്ടുപോയി തിന്നാൽ ഇവിടെമാർ ഒരു കാലത്ത് കുടം പിടിക്കത്തില്ല. ഇത്രയും ഞങ്ങൾ പറയാതെ പോയിട്ടുണ്ടല്ലോ. ഞങ്ങൾ വെറും മണ്ടരാണെന്ന് വിചാരിക്കും. ഈ കണ്ടിരുന്ന 1 ലക്ഷം പേരും വെറും മണ്ടരാണെന്ന് വിചാരിക്കും. ഫസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ കളിച്ച് മനുഷ്യരെ നീരയാണ് പഠിപ്പിച്ചത്. നീര ഇത്രേ ഇരിക്കുന്ന ഈ കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞങ്ങളാരും വരുന്നില്ലായിരുന്നല്ലോ അവിടെ.